ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിഫറൽ ഡിവൈസുകളെ കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും. അപ്പോൾ എന്താണ് പെരിഫറൽ ഡിവൈസ്, എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ പെരിഫറൽ ഡിവൈസ് അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. അത് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ കാപ്പബിലിറ്റീസ് മാക്സിമം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കലും അതെന്തല്ല കോർ ആർക്കിടെക്ചറിൻ്റെ ഒരു പാർട്ടല്ല. അപ്പോൾ അതായത് സി പി യുക്ക് അകത്തുള്ള മെമ്മറി, അതിനകത്തുള്ള മദർ ബോർഡ്, കൺട്രോൾ സിസ്റ്റം അതുപോലെയല്ല. പകരം എന്താണ്, അതിന് ചുറ്റും അതിൻ്റെ കാപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാനുള്ള ഡിവൈസുകളാണ് ഈ പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ ഡാറ്റ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പെരിഫറൽ ഡിവൈസിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഈ പെരിഫറൽ ഡിവൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടുള്ള കുറേ ക്യാപ്പബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫങ്ഷൻസിൻ്റെ ബേസിൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോറേജ്, പിന്നെ അതിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇൻപുട്ട് ഫങ്ഷൻസ് ആണ്. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പെരിഫറൽ ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ഇൻപുട്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഫങ്ഷൻ എന്ന് പറയാം. പെരിഫറൽ ഡിവൈസ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാൻ പറ്റും, കമാൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽ പാസ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് കീബോർഡാണ്, പിന്നെ ഒന്ന് മൗസാണ്, അതിന് നമുക്ക് ട്രാക്ക് പാഡ് എന്ന് പറയാം, പിന്നെ ഒന്ന് സ്കാനറാണ്, പിന്നെ ഒന്ന് മൈക്രോഫോൺ, പിന്നെ അത് ക്യാമറയും വെബ് ക്യാമും. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് നോക്കാം. കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഒക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കീബോർഡ് ത്രൂ ആണ്. പിന്നെ നമ്പേഴ്സ്, പിന്നെ കമാൻഡ്സ് ഒക്കെ നമുക്ക് കീബോർഡ് ത്രൂ പാസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്ന അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൗസാണ്. നമുക്കതിന് ട്രാക്ക് പാഡ് എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇതെന്താണ്, കേഴ്സർ മൂവ്മെൻറ്റ് ചെയ്യാൻ, അതായത് ഇങ്ങനെ കേഴ്സർ മൂവ് ചെയ്ത് കണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൗസ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കാനറാണ്. സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സിനെ ഇമേജസോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലൊക്കെ മാറ്റാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്കാനർ. പിന്നെ മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനൊക്കെയാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാമറ അല്ലെങ്കിൽ വെബ് ക്യാം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇമേജസിനെയും വീഡിയോസിനെയൊക്കെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് ഫംഗ്ഷനിലേക്ക് പോവാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റനെ റിസീവ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയാം. ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസുകളൊന്ന് മോണിറ്ററാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ എന്ന് പറയാം. അത് ഗ്രാഫിക്കൽ റിസൾട്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റൽ ഔട്ട്പുട്ടൊക്കെ ഷോ ചെയ്ത് തരും. പിന്നെ പ്രിൻ്റർ ഉണ്ട്, അത് നമ്മുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഹാർഡ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ആണ്. അതായത് ഔട്ട്പുട്ട് സൗണ്ടൊക്കെ നമുക്ക് അവൈലബിൾ ആക്കി തരും. ഇപ്പോൾ മൾട്ടിമീഡിയൻ്റെ ആവട്ടെ, കമ്മ്യൂണിക്കേഷൻ്റെ ആവട്ടെ, അതൊക്കെ നമുക്ക് അവൈലബിൾ ആക്കി തരുന്നത് സ്പീക്കറോ ഹെഡ്ഫോണോ ആണ്. പിന്നെ പ്രൊജക്ടറാണ്, അതായത് നമുക്ക് ലാർജ് സ്ക്രീനിൽ വിഷ്വൽ ഔട്ട്പുട്ടായിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്യാനാണ് പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോറേജ് ഫങ്ഷൻസ് നോക്കാം. പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറേജ് പെരിഫറൽസ് യൂസ് ചെയ്യുന്നത് ഡാറ്റ സേവ് ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ആണ്, HDD, SSD എന്നൊക്കെ പറയും. അത് അഡീഷണൽ സ്റ്റോറേജ് കപ്പാസിറ്റി തരുന്ന ഒരു ഡിവൈസാണ്. പിന്നെ USB ഫ്ലാഷ് ഡ്രൈവ്, അതെന്ന് പറഞ്ഞാൽ ഒരു പോർട്ടബിൾ സ്റ്റോറേജ് ആണ്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിവൈസാണ്. പിന്നെ അടുത്ത മെമ്മറി കാർഡ്, അതായത് SD കാർഡ്, ഡാറ്റ ക്യാമറയിലും സ്മാർട്ട് ഫോൺസിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഒപ്റ്റിക്കൽ ഡ്രൈവേഴ്സ് ഉണ്ട്, CD DVD ബ്ലൂറേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഡാറ്റ ഒപ്റ്റിക്കൽ ഡിസ്കസിന് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുന്ന. അടുത്ത വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ആണ്. അത് കണക്ടിവിറ്റിയും നെറ്റ്വർക്കിംഗ് ഒക്കെ എനാബിൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡിവൈസുകൾ എന്താ വെച്ചാൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് സിസ്റ്റമായിട്ടോ മറ്റു സിസ്റ്റംസായിട്ടോ നീ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നെറ്റ്വർക്കായിട്ടും ഡയറക്റ്റ് കണക്ട് ചെയ്യും. മോഡം പറഞ്ഞത് കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് മോഡം യൂസ് ചെയ്യുന്നത്. ടെലിഫോൺ ലൈൻസിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ റൂട്ടർ പറഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ഷനെ മൾട്ടിപ്പിൾ ഡിവൈസുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേർഡായിട്ടോ വയർലെസ് ആയിട്ടോ നെറ്റ്വർക്കിംഗ് എനാബിൾ ആക്കുന്നു. പിന്നെ ബ്ലൂടൂത്ത് അഡാപ്റ്റർ, അത് ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പെരിഫറൽ ഡിവൈസുകളെ കുറിച്ച് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സീപ്പ് കോർ ആർക്കിടെക്ചർ അല്ലാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനകത്തുള്ള കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യം ഇൻപുട്ട് ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തു. അതിനകത്തുള്ള കീബോർഡ്, മൗസ്, ട്രാക്ക് പാഡ്, സ്കാനർ, മൈക്രോഫോണ്, ക്യാമറ ഓർ വെബ് ക്യാം. പിന്നെ വരുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് മോണിറ്റർ, അതായത് ഡിസ്പ്ലേ, പ്രിൻ്റർ, പിന്നെ സ്പീക്കർ ഓർ ഹെഡ്ഫോൺസ്, പിന്നെ പ്രൊജക്ടർ. പിന്നെ സ്റ്റോറേജ് ഫംഗ്ഷൻ്റെ കേസിലുള്ളത് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്, USB ഫ്ലാഷ് ഡ്രൈവ്, മെമ്മറി കാർഡ്, SD കാർഡ്, പിന്നെ ഒപ്റ്റിക്കൽ ഡ്രൈവ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള മോഡം, റൂട്ടർ, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, ബ്ലൂടൂത്ത് അഡാപ്റ്റർ. ഇത്രയാണ് നമുക്ക് പെരിഫറൽ ഡിവൈസുകളെ കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ ഇതിനടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു കോൺസെപ്റ്റും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടുകൂടി മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പെരിഫറൽ ഡിവൈസസും ഫങ്ഷൻസും ആണ് എടുത്തത്. അപ്പോൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് PC എടുത്തു. അതിൻ്റെ നോട്ട് എഴുതാനുള്ളവർ എഴുതിയെടുക്കുക. ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.